സെക്സ് എഡ്യൂക്കേഷനൊക്കെ വളരെ അനിവാര്യമാണ് നമ്മൾ പലപ്പോഴും പറയുമ്പോഴും സെക്സ് എഡ്യൂക്കേഷൻ്റെ മറവിലൂടെ നടക്കുന്ന ഇത്തരം വിദ്യാഭ്യാസം, അതും അക്കാദമിക്സിൽ കുട്ടികളെ ബഹുമാനിക്കുന്ന അധ്യാപകർ, കുട്ടികളെ അറിവ് നേടുന്ന അധ്യാപകർ, കുട്ടികൾ വളരെ ഗൗരവമായിട്ട് കാണുന്ന പാഠപുസ്തകവും സ്കൂൾ സിലബസും അവിടെ നിന്ന് ഈ സാധനം കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും കുട്ടികൾ അതിനെ സീരിയസ് ആയിട്ട് എടുക്കും. ആ സീരിയസ് ആയിട്ട് എടുക്കുന്നത് സ്വാഭാവികമായിട്ടും കുട്ടികളുടെ മനസ്സിൽ വലിയ കൺഫ്യൂഷൻസ് ഉണ്ടാക്കും. ചാപ്റ്റർ എടുക്കുന്ന സമയത്ത് അധ്യാപകർ അനുഭവിക്കുന്ന ചില പ്രയാസങ്ങളുണ്ടാകും. നമ്മളുടെ പോലും നികുതി പണം ഉപയോഗിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന സർക്കാർ സ്കൂളുകളിൽ പഠിപ്പിക്കുമ്പോൾ നമ്മൾ പ്രതികരിക്കേണ്ടതില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. റേഡിയോ ഇസ്ലാമിൻ്റെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും പ്രേക്ഷകർക്കും റേഡിയോ ഇസ്ലാം സ്പെഷ്യൽ അവറിലേക്ക് ഹൃദ്യമായ സ്വാഗതം. റേഡിയോ ഇസ്ലാം സ്പെഷ്യൽ അവർ ഇന്ന് ചർച്ച ചെയ്യുന്നത് കേരളത്തിലെ നവീകരിച്ച പാഠപുസ്തകത്തെക്കുറിച്ചും അതിലൂടെ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ചില അജണ്ടകളെക്കുറിച്ചുമാണ്. സമതെ 9ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിലാണ് 8ാമത്തെ ചാപ്റ്ററായിട്ട് സോഷ്യൽ സയൻസിലെ സോഷ്യൽ സയൻസിലെ 8ാമത്തെ ചാപ്റ്ററായിട്ട് ആ ഒരു ഭാഗം കടന്നു വരുന്നത്. അതിൻ്റെ പേര് എന്താണെന്ന് ഓർമ്മയുണ്ടോ? യെസ്, നമ്മൾ കേരളത്തിലെ ഇത്തരം വിഷയങ്ങൾ ശ്രദ്ധിക്കുന്ന ആളുകൾക്ക് ഓർമ്മ ഉണ്ടാവും. നമ്മൾ കഴിഞ്ഞ ഒരു വർഷങ്ങളിലായിട്ട് വളരെ സജീവമായിട്ടുള്ള ചർച്ചകളുണ്ടായിരുന്നു. ജെൻഡർ ന്യൂട്രാലിറ്റിയുമായി ബന്ധപ്പെട്ട ചില ആശയങ്ങൾ അത് വിദ്യാലയങ്ങളിലേക്ക് പാഠ്യപുസ്തകങ്ങളിലൂടെ എത്തുന്നു എന്നുള്ളത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടൊരു ഡ്രാഫ്റ്റ് കഴിഞ്ഞ തവണ ഇറക്കിയിരുന്നു. എന്താണ് ഇനി വിദ്യാർത്ഥികളെ പഠിപ്പിക്കാൻ പോകുന്നത്, ഇത്തരം ഈ ഒരു പ്രത്യേക വിഷയത്തിൽ കൂടി ഉൾപ്പെട്ടുകൊണ്ടുള്ള വിഷയങ്ങൾ ഏതൊക്കെ തരത്തിലാണുള്ളതെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ആ ഡ്രാഫ്റ്റ് പുറത്തിറങ്ങിയപ്പോൾ തന്നെ അതിലെ വളരെ അപകടകരമായിട്ടുള്ള കുറേ ആശയങ്ങൾ നമ്മൾ മനസ്സിലാക്കുകയും ഒരുപാട് ആളുകൾ അത്തരത്തിൽ അതിൽ എല്ലാ സെക്റ്റുകളിൽ നിന്നും അത്തരത്തിൽ വിമർശനങ്ങളുണ്ടായിരുന്നു. ഇത് കണ്ട ആളുകളിൽ ഒരുപാട് ആളുകളിൽ നിന്ന് വിമർശനങ്ങളുണ്ടായിരുന്നു. ആ വിമർശനങ്ങൾ വന്നൊരു പശ്ചാത്തലത്തിലാണ് അത്തരത്തിൽ ഈ ഒരു പാഠ്യപുസ്തകത്തിൽ അല്ലെങ്കിൽ പാഠ്യപദ്ധതിയിൽ ഈ ഒരു ഭാഗം ഉൾപ്പെടുത്തുന്നതിന് മുമ്പ് ഒരു ജനകീയ വിചാരണ, അതുമായി ബന്ധപ്പെട്ട് ജനകീയ ചർച്ചയിലൂടെ അത്തരത്തിൽ മാറ്റങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ രക്ഷിതാക്കളുടെ മക്കളെയാണല്ലോ സ്വാഭാവികമായിട്ട് ഇത് പഠിപ്പിക്കുന്നത്. അപ്പോൾ സംസാരിക്കാം, ചർച്ചയിൽ ഏർപ്പെടാം. അത്തരത്തിൽ ചർച്ചയിലൂടെ ഉരുത്തിരിയുന്ന കാര്യങ്ങൾ അത് പരിഗണിച്ചുകൊണ്ടായിരിക്കും ഇനി പാഠപുസ്തകം വരിക എന്ന അർത്ഥത്തിൽ ഒരു പ്രസ്താവനയും ഒരു നടപടിയൊക്കെ ഗവൺമെൻറ്റിൻ്റെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നാണ്. നമ്മളത് ഹോപ്പ്ഫുള്ളായിട്ട് കണ്ടുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ അത്തരത്തിൽ ആ ചർച്ചയിൽ ഇടപെടുകയും വളരെ പഠിച്ചുകൊണ്ട് ഇത്തരത്തിൽ അതിൻ്റെ പ്രശ്നങ്ങൾ വളരെ ശാസ്ത്രീയമായി തന്നെ സൂചിപ്പിക്കുകയൊക്കെ ചെയ്തു. പക്ഷേ ആ സൂചിപ്പിക്കലുകൾക്ക് ശേഷം നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്താണ്? സ്വാഭാവികമായിട്ടും ഒരുപാട് പഠനങ്ങൾ മുന്നോട്ടിട്ട് കൊടുക്കുമ്പോൾ നിങ്ങൾ കൊണ്ടുവന്നൊരു പഠന പദ്ധതി അല്ലെങ്കിൽ ഒരു പാഠപുസ്തകത്തിലൊരു ഭാഗം, അതിന് ഇത്തരത്തിൽ ശാസ്ത്രീയമായ പ്രശ്നങ്ങളുണ്ട്, അതിന് ഇത്തരത്തിലുള്ള സോഷ്യൽ ഇംപ്ലിക്കേഷനുകളുണ്ട്, സാമൂഹികമായിട്ട് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അത് ഉണ്ടാക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് പഠനങ്ങളും ഇവർ ജെൻഡർ ന്യൂട്രാലിറ്റി എന്നുള്ളൊരു ആശയമാണല്ലോ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ആ നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന ആശയം മുന്നേ നടപ്പിലാക്കിയ രാജ്യങ്ങളിലും സ്ഥലങ്ങളിലും ഉണ്ടായ പ്രശ്നങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ച് സൂചിപ്പിച്ചിട്ടും പക്ഷെ നമ്മൾ അവസാനം ഫൈനലി അത് പുസ്തകത്തിലേക്ക് എത്തുമ്പോൾ അല്ലെങ്കിൽ അവസാന രൂപത്തിലേക്ക് എത്തുമ്പോഴും അതേ അവസ്ഥയാണ് കാണാൻ കഴിയുന്നത്. നമുക്കിപ്പോൾ നേരത്തെ പറഞ്ഞ ഒരു പാഠം 8ാമത്തെ ചാപ്റ്റർ സാമൂഹ്യ പാഠത്തിൽ അഥവാ സോഷ്യൽ സയൻസിൽ 8ാം ചാപ്റ്റർ ടുവാർഡ്സ് എ ജെൻഡർ ന്യൂട്രൽ സൊസൈറ്റി എന്നുള്ളതാണ്. നമ്മൾ പറഞ്ഞത് ആ ജെൻഡർ ന്യൂട്രൽ എന്നുള്ള ടേമേ പ്രശ്നമാണ്, അല്ലെങ്കിൽ ആ ഒരു കൺസെപ്റ്റേ പ്രശ്നമാണ്. ഏതു മുതൽ യൂണിഫോമിൻ്റെ ഏകീകരണം, ഒരേ യൂണിഫോം പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും ആക്കുക, എന്തിനു വേണ്ടിയിട്ട്? ശേഷം പിന്നീട് അവർ കംഫർട്ടിനാണ്, സൗകര്യത്തിനാണ്, സുഖത്തിനാണെന്നൊക്കെ പറഞ്ഞു. കംഫർട്ടിനും സുഖത്തിനൊന്നും യൂണിഫോം മാറ്റുന്നതിനോ വസ്ത്രങ്ങൾ നവീകരിക്കുന്നതിനൊന്നും ആരും എതിർപ്പുള്ള ഒരു അവസ്ഥയല്ല. കുട്ടികൾക്ക്, എല്ലാവരുടെയും കുട്ടികളാണല്ലോ, അവർക്ക് ഇഷ്ടമുള്ള അല്ലെങ്കിൽ അവർക്ക് കംഫർട്ടായ ഒരു വസ്ത്രം ധരിക്കുന്നതിനല്ല ഇവിടെ പ്രശ്നം. മറിച്ച് എന്തിനാ വസ്ത്രം ധരിപ്പിക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം. അങ്ങനെ കംഫർട്ടാണ് പ്രധാനമെങ്കിൽ എന്ത് ചെയ്യണം? സർവേ നടത്തണം. കുട്ടികൾക്കിടയിൽ സർവേ നടത്തി ഏത് വസ്ത്രമാണ് അവർക്ക് കംഫർട്ട് എന്ന് മനസ്സിലാക്കി, പഠനത്തിലൂടെ മനസ്സിലാക്കി അവർക്കൊരു യൂണിഫോം കോഡ് നിശ്ചയിക്കണം സർവേയുടെ റിസർച്ചിൻ്റെ അടിസ്ഥാനത്തിൽ. പക്ഷെ എന്താ ചെയ്യുന്നത്? എന്താണ് അവരൊരു വസ്ത്രം അടിച്ചേൽപ്പിക്കുകയാണ്. എന്ത് പേര് പറഞ്ഞിട്ട്? ഇതേ പേര് പറഞ്ഞിട്ട്, ജെൻഡർ ന്യൂട്രാലിറ്റി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എന്തിനാണ് യൂണിഫോം മാറ്റുന്നവർ പറഞ്ഞു? ജെൻഡർ ന്യൂട്രാലിറ്റിക്ക് വേണ്ടിയിട്ടാണെന്നുള്ളത്. അന്ന് മുതൽ ഈ ജെൻഡർ ന്യൂട്രൽ എന്ന് പറയുന്ന ആശയത്തിൻ്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് വളരെ സജീവമായി നേരത്തെ പറഞ്ഞ ചർച്ചയിൽ ഒരുപാടായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ വേളയിലാണ് നേരത്തെ പറഞ്ഞ കഴിഞ്ഞ തവണത്തെ പാഠ്യപദ്ധതിയുടെ പരിഷ്കരണം വരികയും ഡ്രാഫ്റ്റ് വരികയും ജെൻഡർ ന്യൂട്രാലിറ്റിയുള്ള ടേം അവിടെ ഒരുപാട് ആവർത്തിക്കപ്പെടുകയൊക്കെ ചെയ്തു. ഒരുപാട് കാലയളവ് കേരളത്തിൻ്റെ പൊതുമണ്ഡലത്തിൽ ആ ചർച്ച നിലനിന്നതാണ്. അതുകൊണ്ട് അവസാനം വീണ്ടും എന്ത് ചെയ്യാണ്? ടൈറ്റിൽ തന്നെ ടുവാർഡ്സ് എ ജെൻഡർ ന്യൂട്രൽ സൊസൈറ്റി. ആ ടേം ഞങ്ങൾ മാറ്റാൻ തയ്യാറല്ല. ഒരു തരം ധാർഷ്ട്യം.
ജനാധിപത്യ രാജ്യത്താണ് ജീവിക്കുന്നത്, ജനാധിപത്യ സംവിധാനത്തിലാണ് ജീവിക്കുന്നതെങ്കിൽ പോലും ഞങ്ങൾ ജനങ്ങളൊന്നും കൺസിഡർ ചെയ്യുന്നില്ല, ജനങ്ങളുടെ കൺസേൺസ് ഒന്നും പരിഗണിക്കുന്നില്ല. നിങ്ങൾ യൂണിഫോമിൻ്റെ അന്ന് മുതൽ പറയാൻ തുടങ്ങിയതാണെങ്കിലും പാഠപുസ്തകത്തിന് ഡ്രാഫ്റ്റ് വന്നപ്പോഴും ചർച്ചയിലും ജനകീയ ചർച്ചയിലും ഒക്കെ പറഞ്ഞാണെങ്കിലും ഞങ്ങൾക്ക് വിഷയമല്ല. അതേ ടേം തന്നെ അല്ലെങ്കിൽ അതേ ആശയം തന്നെ അത് ഉള്ളിലൂടെ ഒളിച്ചു കിടത്തുന്നതല്ല, സ്ട്രൈറ്റ് ആയിട്ട് പറയുന്നത്. ആ ഒരു തലവാചകം മുതൽ ആശയങ്ങളെല്ലാം സ്ട്രൈറ്റ് ആയിട്ട് ആ ഒരു കണ്ടന്റിലേക്ക് പോകാന്നുള്ളതാണ്. ഇതിൽ പൊതുസമൂഹം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സ്വാഭാവികമായിട്ട് ഇങ്ങനെ ഒരു ചാപ്റ്റർ കാണുന്ന സമയത്ത് ടുവേർഡ്സ് എ ജെൻഡർ ന്യൂട്രൽ സൊസൈറ്റി എന്ന് പറയുന്ന സമയത്ത് ഒരു സാധാരണ രീതിയിലുള്ള ഒരാൾ മനുഷ്യൻ വിചാരിക്കുന്നത് ഇത് സ്ത്രീകളെ ഉയർത്താനുള്ള ഒരു രീതിയാണ്, അവിടെ ഒരു പുരുഷാധിപത്യത്തെ ഇല്ലാതാക്കാനുള്ള ഒരു രീതിയാണ്, സ്ത്രീകൾക്ക് അവസരം കിട്ടാനുള്ള രീതിയാണ്, അല്ലെങ്കിൽ സ്ത്രീകൾക്ക് പഠനപരമായും ഒക്കെ ഒരു മേഖലയിലേക്ക് ഉയർന്നു വരാനുള്ള ഒരു കാര്യമായിട്ടായിരിക്കാം ഈ ടെക്സ്റ്റ് ബുക്കിൽ ഈ പാഠം ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്നായിരിക്കും സ്വാഭാവികമായിട്ടും ആളുകൾ വിചാരിക്കുക. പക്ഷേ ഇതിൻ്റെ ഉള്ളറകളിലേക്ക് ഇറങ്ങി ചെല്ലുന്ന സമയത്ത് അത് അങ്ങനെയല്ല. സ്ത്രീ പുരുഷൻ ഈ രണ്ട് കാര്യങ്ങളെ ഇല്ലാതാക്കുക എന്നിട്ട് ഒന്നിലേക്ക് കൊണ്ടുവരികയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിലേക്ക് അതിനെ മാറ്റുകയോ ചെയ്യുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും അതിൻ്റെ സവിശേഷതകൾ ഇല്ലാതാക്കുക, സ്ത്രീയും പുരുഷനും തമ്മിലുള്ള സവിശേഷതകൾ. ഇതിൻ്റെ അവസാനത്തേക്ക് ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കൊക്കെ ഇങ്ങനെ വായിച്ചു നോക്കി കഴിഞ്ഞാൽ ലാസ്റ്റിലേക്ക് വരുന്ന സമയത്ത് ചില റോൾസ് കൊടുക്കുന്നുണ്ട്, അത് ഏതിലേക്കാണ് എഴുതേണ്ടത് എന്നുള്ള റോൾസൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ നോക്കുന്ന സമയത്ത് സ്ത്രീയും പുരുഷനും എന്നുള്ള വ്യത്യാസം ഒഴിവാക്കുകയും അതിലൂടെയാണ് സ്ത്രീ എന്ത് ചെയ്യുന്നത്, വളരുന്നത്. സ്ത്രീയായി നിൽക്കെ വളരാനുള്ള സാധ്യതകൾ കുറവാണ് എന്നുള്ള ഒരു പിന്തിരിപ്പൻ ചിന്താഗതി കൂടിയാണ് ഈ ടെക്സ്റ്റ് ബുക്കിലൂടെ. ജെൻഡർ ന്യൂട്രാലിറ്റി എന്നുള്ള ജെൻഡർ ന്യൂട്രൽ എന്നുള്ള വേർഡ് ഇറ്റ്സെൽഫ് എന്താ ഉദ്ദേശിക്കുന്നത്? ജെൻഡർ ഇല്ല എന്നുള്ളതാണ്. ന്യൂട്രൽ ആകുന്ന സിറ്റുവേഷൻ, ജെൻഡറിനെയോ അല്ലെങ്കിൽ സെക്സിനെയോ, ടെക്നിക്കൽ ടേം പറയുകയാണെങ്കിൽ സെക്സ് അഥവാ ഏതിൽ ആണാണോ പെണ്ണാണോ എന്നതിനെ കൺസിഡർ ചെയ്യാതെ അല്ലെങ്കിൽ അതിനൊരു നിലക്കും പരിഗണിക്കാതെയുള്ള സാമൂഹിക മാറ്റം അല്ലെങ്കിൽ സാമൂഹിക നവോത്ഥാനം, അതിനാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. ജെൻഡറിനെ ന്യൂട്രലായി കൺസിഡർ ചെയ്തുകൊണ്ട്. അവിടെ എന്താ പ്രശ്നം വരുന്നത്? അവിടെ പലപ്പോഴും ഉണ്ടാകുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ ആണിനെ റെഫറൻസ് ആയി എടുക്കുകയും ആണിൻ്റെ സംവിധാനങ്ങൾ സ്ത്രീയിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ രണ്ട് ജെൻഡറിനും സ്ത്രീ പുരുഷ വ്യത്യാസമൊന്നുമില്ല, എല്ലാവർക്കും ഒരു സംവിധാനം മതി എന്ന് പറയും. ആ ഒരു സംവിധാനം ആർക്ക് പറ്റുന്ന സംവിധാനമായിരിക്കും? പുരുഷനുടെ സംവിധാനമായിരിക്കും. ഇപ്പോൾ നേരത്തെ പറഞ്ഞു പെൺകുട്ടിക്കും ആൺകുട്ടിക്കും ഒരേ വസ്ത്രം മതി, അവരുടെ കംഫർട്ടിന് ഒറ്റ വസ്ത്രം മതി എന്ന് പറഞ്ഞു. എന്നിട്ട് ആര് ഇക്കണ്ട കാലം ഇട്ട വസ്ത്രമാണ് ഒറ്റ വസ്ത്രമായി തീരുമാനിച്ചത്? പുരുഷൻ ഇക്കണ്ട കാലം ഇട്ട പുരുഷൻ ഈ കാലയളവ് വരെ ഇത്രത്തോളം പതിറ്റാണ്ടുകൾ അവൻ്റെ വസ്ത്രമായി അവൻ്റെ ശരീരത്തിനനുസരിച്ച് ക്രമീകരിക്കപ്പെട്ട് ഉടുത്തു വന്നിരുന്ന വസ്ത്രം ആരെടുക്കണം? സ്ത്രീ എടുക്കണം. എന്തിനാ? സ്ത്രീയുടെ കംഫർട്ട് അതാണ്. ആര് പറഞ്ഞു? ഞങ്ങൾ പറയുന്നു. അതായത് പുരുഷനാകാൻ ഫോഴ്സ്ഡ് ആവുകയാണ് സ്ത്രീ, പുരുഷൻ്റെ സിറ്റുവേഷൻസിലേക്ക് അഡാപ്റ്റഡ് ആകാൻ ഫോഴ്സ്ഡ് ആവുകയാണ് സ്ത്രീ. ഇപ്പം നമ്മളിത് യൂറോപ്പിൻ്റെ സിറ്റുവേഷൻസിലേക്ക് എടുത്തു നോക്കിയാൽ വളരെ ഹിഡൻ ആയിട്ട് പോലും, ഇപ്പോൾ നമ്മൾ ഒന്ന് വാസ്റ്റായിട്ട് എടുത്താൽ ഇപ്പോൾ ഈവൻ റൂം ടെമ്പറേച്ചർ, സ്റ്റാൻഡേർഡ് റൂം ടെമ്പറേച്ചർ പോലും ഒരു വെള്ളക്കാരനായ യുവാവിൻ്റെ ശരീരത്തിന് അനുസൃതമായിട്ടുള്ള സ്റ്റാൻഡേർഡ് റൂം ടെമ്പറേച്ചറാണ് യൂറോപ്പിലോ അല്ലെങ്കിൽ വെസ്റ്റേൺ സ്റ്റൈൽ ഓഫ് ലിവിങ്ങുള്ള എല്ലാ സ്ഥലങ്ങളിലും വെച്ചിട്ടുള്ളത്. അവിടെ എന്ത് വെള്ളക്കാരിയായിട്ടുള്ള സ്ത്രീയെ പരിഗണിക്കണ്ടേ? അല്ലെങ്കിൽ മറ്റു വർണ്ണങ്ങളുള്ള സ്ത്രീയെ പുരുഷനെ പരിഗണിക്കണ്ടേ? ഇല്ല. അതായത് ഒരു പ്രത്യേക കാറ്റഗറിനെയാണ് ഇപ്പോഴും പ്രിവിലേജ് ആയിട്ട് നിൽക്കുന്നത്. അവരുടെ സിസ്റ്റത്തിനെ സിംഗിൾ ഓർ ന്യൂട്രൽ സിസ്റ്റം എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാണ്? എല്ലാ ആളുകളുടെയും മുകളിൽ അടിച്ചേൽപ്പിക്കുകയാണ്. ഇപ്പോൾ ഫെമിനിസ്റ്റ് ഒക്കെ പറയുന്ന ആളുകൾക്ക് എങ്ങനെ ജെൻഡർ ന്യൂട്രാലിറ്റി അംഗീകരിക്കാൻ കഴിയാം? അവർ പറയുന്ന സ്ത്രീകൾക്ക് പ്രത്യേക ഉന്നമനം വേണം. ഇവിടെ സ്ത്രീയല്ല എന്നാലും ഉന്നമനം, ഇവിടെ സ്ത്രീയാണല്ലോ ആദ്യം. സ്ത്രീയല്ല, ജെൻഡർ ന്യൂട്രലാണ്. അല്ലെങ്കിൽ സ്ത്രീയുടെ വ്യത്യാസങ്ങളെയോ അവരുടെ പ്രത്യേകം പരിഗണിക്കപ്പെടേണ്ട ഫാക്ടേഴ്സിനെയോ തീരെ കൺസിഡർ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഇനി ഈ ഒരു ജെൻഡർ ന്യൂട്രാലിറ്റി എന്ന് പറഞ്ഞാൽ ഹോൾ ഐഡിയ അതാണെന്നല്ല പറയുന്നത്, എന്നാൽ ഇതിൻ്റെ ഒരു തീം അതാണെന്നുള്ളതാണ്. ഇനി ഇതിനുള്ളിലേക്ക് വരുമ്പോൾ സ്ത്രീയെയും പുരുഷനെയൊക്കെ വേറെ കാണുന്ന അതിൻ്റെ ചെറിയ എലമെൻറ്റ്സ് വരുന്നുണ്ട്. നമുക്കതിലേക്ക് ഇൻഷാല്ലാ പോവാം. അപ്പോൾ ഇതിൽ ആദ്യം തന്നെ അവർ പറയുന്നത് എന്താണ് സെക്സ്, എന്താണ് ജെൻഡർ. അതെ, എന്താണ് സെക്സ്, എന്താണ് ജെൻഡർ എന്നുള്ളത് കൃത്യമായി ഡിഫൈൻ ചെയ്ത് തരാണ് അവിടെ പറയുന്നത്. സെക്സും ജെൻഡറും തമ്മിലുള്ള ഒരു വ്യത്യാസത്തെക്കുറിച്ച് അത് മനസ്സിലാക്കി തരുന്ന ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്താണ് സെക്സ്, എന്താണ് ജെൻഡർ എന്നുള്ളത്. സെക്സിനെ കുറിച്ച് പറയുന്നത് നമ്മൾ സാധാരണ പറയാറുള്ളത് പോലെ ശാരീരികമായ സവിശേഷതകളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് സെക്സിനെ കുറിച്ച് അതിൽ പറയുന്നത്. എന്താണ് സെക്സ്, എന്താണ് ജെൻഡർ എന്നുള്ളത് കൃത്യമായിട്ട് സെക്സ് റെഫേഴ്സ് ടു ദ ബയോളജിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ദാറ്റ് ഡിഫൈൻ മെയിൽസ് ആൻഡ് ഫീമെയിൽസ്. ഒന്ന് ബേസിക്കലി മനസ്സിലാക്കേണ്ടത് എന്നാൽ സെക്സും ജെൻഡറും സ്വാഭാവികമായിട്ട് എല്ലാവരും
ഇപ്പോൾ ഇവരെന്നെ കൊടുത്തിട്ടുണ്ട് ഈ സെക്സ് ജെൻഡറൊക്കെ ഇൻ്റർചേഞ്ചബിളി ഇൻ വേരിയസ് ഐഡൻറ്റിഫിക്കേഷൻ ഡോക്യുമെൻറ്റ്സ്. ഒരുപാട് ഐഡൻറ്റിഫിക്കേഷൻ ഡോക്യുമെൻറ്റ്സിലൊക്കെ ഇൻ്റർചേഞ്ചബിളി യൂസ് ചെയ്യുന്ന സെക്സ് ഓർ ജെൻഡർ എന്നൊക്കെ ഒരുപാട് സ്ഥലത്ത് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ പുസ്തകത്തിൽ തന്നെ ഒരു ടേബിളൊക്കെ കാണാൻ കഴിയും. ആധാർ കാർഡ്, സ്കൂൾ അഡ്മിഷൻ റെക്കോർഡ്, അത് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നതാണ്. നമ്മൾ ഈ സെക്സ് ജെൻഡർ അതൊക്കെ ഏതിലാണ് ഉപയോഗിക്കുന്നത് എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡോക്യുമെന്റ്സിനെ കുറിച്ചാണ്. ഈ രണ്ട് ടേമും ഒരേ ഉദ്ദേശത്തിലും ഒരേ അർത്ഥത്തിലുമാണ് കേരളീയ സമൂഹം ഇതുവരെ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നതാണ് അവർ പറഞ്ഞു വരുന്നത്. എന്നാൽ ഇനി നിങ്ങൾ അങ്ങനെ മനസ്സിലാക്കരുത്. ഈ ചാപ്റ്റർ പോണത് അങ്ങനെയാണ്. അതായത് ഇതുവരെ നമ്മൾക്ക് അങ്ങനെ ആയിരിക്കും മനസ്സിലായിട്ടുണ്ടാവുക, ഇനി അങ്ങനെ മനസ്സിലാക്കരുത്. അങ്ങനെ മനസ്സിലാക്കാതിരിക്കാനുള്ള റെഫറൻസ് എന്താണ്? കേരള ഹൈക്കോർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്, ഹോണറബിൾ കേരള ഹൈക്കോർട്ട് പറഞ്ഞിട്ടുണ്ട്, ജെൻഡർ ആൻഡ് സെക്സ് ആർ ഡിസ്റ്റിങ്ക്ട് കൺസെപ്റ്റ്സ്. രണ്ട് വ്യത്യസ്തമായ കൺസെപ്റ്റുകളാണ്, ആശയങ്ങളാണ്. ഇൻഡിവിജ്വൽസ് ഹാവ് ദി റൈറ്റ് ടു സെൽഫ് ഐഡൻറ്റിഫൈ ദെയർ ജെൻഡർ. ഒരു ഇൻഡിവിജ്വലിന്, ഒരു വ്യക്തിക്ക് അവരുടെ ജെൻഡറിനെ സ്വയം തിരിച്ചറിയാൻ, സ്വയം ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള അവകാശമുണ്ട്, റൈറ്റ് ഉണ്ടെന്ന് ആര് പറഞ്ഞിട്ടുണ്ട്? ഹൈക്കോർട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഹൈക്കോർട്ട് പറഞ്ഞുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഇതുവരെ മനസ്സിലാക്കിയ സെക്സ് ജെൻഡർ എന്നുള്ള രണ്ടും ഒരേ കൺസെപ്റ്റ് ആണെന്നുള്ളതിനെ മാറ്റണം. എന്നിട്ട് അവർ പറഞ്ഞു കൊടുക്കുകയാണ് എന്താണ് സെക്സ്, എന്താണ് ജെൻഡർ പറഞ്ഞു കൊടുക്കുകയാണ്. സെക്സ് നേരത്തെ പറഞ്ഞതുപോലെ ശാരീരികമായ ബയോളജിക്കലായിട്ടുള്ള അവരുടെ ഡിഫറൻസുകൾ, അവരുടെ കണ്ടീഷൻസ് എല്ലാം, ലൈംഗിക അവയവമാവാം, ക്രോമസോം, ഫിസിക്കൽ സ്ട്രക്ചർ, ഹോർമോൺസ്, ഇതൊക്കെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ആ ഹോൾ ശാരീരികമായ ബയോളജിക്കലായിട്ടുള്ള രൂപത്തിനെയാണ് സെക്സ് എന്ന് പറയുക. ഓക്കെ, നമുക്ക് വളരെ സിമ്പിളാണത്, വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആണ് ഏത് സെക്സ് എന്താണെന്നുള്ളത്. ഇനി അടുത്തൊരു കാര്യമാണ് ജെൻഡർ എന്താന്ന് പറയുന്നിടത്താണ് വേറൊരു പ്രശ്നം. റെഫേഴ്സ് ടു ദ സോഷ്യൽ, കൾച്ചറൽ ആൻഡ് ഫിസിയോളജിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ്, സൈക്കോളജിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് അസോസിയേറ്റഡ് വിത്ത് ദ കാറ്റഗറീസ് ഓഫ് മെയിൽ ആൻഡ് ഫീമെയിൽ ത്രൂ പർട്ടിക്കുലർ സോഷ്യൽ കോണ്ടെക്സ്റ്റ്. വ്യത്യസ്തമായ സോഷ്യൽ കോണ്ടെക്സ്റ്റുകൾ, സാമൂഹിക സാഹചര്യങ്ങളിലൂടെ ഉരുത്തിരിഞ്ഞു വരുന്ന സ്ത്രീ പുരുഷൻ എന്ന രണ്ട് കാറ്റഗറിയിലേക്ക്, രണ്ട് മാനദണ്ഡങ്ങളിലേക്ക് മാറ്റിവെക്കപ്പെടുന്ന സോഷ്യൽ, സാമൂഹികം, കൾച്ചറൽ, സാംസ്കാരികം, സൈക്കോളജിക്കൽ, മനഃശാസ്ത്ര അല്ലെങ്കിൽ മാനസികപരമായിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയോ. ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സെക്സ് പറയുന്നിടത്ത് വളരെ കൃത്യമായ ക്രൈറ്റീരിയകൾ ആണാണോ പെണ്ണാണോ മനസ്സിലാക്കാനുണ്ട്. ജെൻഡർ പറയുന്നിടത്ത് എന്ത് ക്രൈറ്റീരിയ ആണ് ഇതിലേക്ക് ആണാണോ പെണ്ണാണോ അല്ലെങ്കിൽ ഏത് രീതിയിലുള്ള പറയാറുണ്ടല്ലോ, വ്യത്യസ്ത ജെൻഡറുകൾ ഉണ്ടെന്ന് പറയുന്നുണ്ടല്ലോ, ആ ജെൻഡറുകൾ ഏതാന്ന് ഡിഫൈൻ ചെയ്യാനുള്ള അതിൽ വളരെ മറ്റേ കോമഡി ആയിട്ടുള്ള സാധനം തന്നാൽ ഇവരെന്ന് പറയുന്നുണ്ട് സോഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ്, കൾച്ചറൽ ക്യാരക്ടറിസ്റ്റിക്സ്, സൈക്കോളജിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ്. എന്തൊക്കെ? സൈക്കോളജിക്കലി ഇന്ന കാര്യങ്ങൾ മെയിൽ ക്യാരക്ടറിസ്റ്റിക്സ്, ഇന്ന കാര്യങ്ങൾ ഫീമെയിൽ ക്യാരക്ടർ. നമ്മൾ വാദത്തിന് വേണ്ടി സമ്മതിക്കുക, മെയിലായിട്ട് നിൽക്കണ്ട. പറയുന്ന എത്ര കുറച്ചധികം ജെൻഡേഴ്സ്, 169 ജെൻഡേഴ്സ് ഉണ്ടല്ലോ, ഈ ഓരോ ജെൻഡേഴ്സിനും എങ്ങനെ ഐഡന്റിഫൈ ചെയ്യുമെന്നുള്ള ക്രൈറ്റീരിയ എന്താ? ഓർക്കൊന്നും പറയല്ല. അല്ല, ഈ ജെൻഡർ പറയുന്ന സമയത്ത് അതും പഠിക്കേണ്ടതില്ലേ ഓരോരുത്തരെയും? അല്ലെങ്കിൽ ഇത് വെറുതെ ഇങ്ങനെ ജെൻഡർ ഉണ്ട് കേൾക്കുന്ന പ്രേക്ഷകർ ചിലപ്പോൾ ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ടാവില്ല. മനസ്സിലാക്കേണ്ടത് LGBTQIA എന്ന് പറയുന്ന വളരെ വിശാലമായ, ലോകത്ത് ഒരുപാട് സ്വാധീനം ചെലുത്തിയ ജെൻഡർ പൊളിറ്റിക്സ് എന്ന് പറയുന്ന ഒരു വലിയൊരു ലോബി, അല്ലെങ്കിൽ വലിയൊരു രാഷ്ട്രീയ മുന്നേറ്റം, അതിന് പോസിറ്റീവോ നെഗറ്റീവോ എങ്ങനെ വായിച്ചാലും അവർ മുന്നോട്ട് വെക്കുന്ന ആശയമാണ് മനുഷ്യനെ സംബന്ധിച്ച് മനുഷ്യൻ അവൻ സ്ത്രീയാണോ പുരുഷനാണോ എന്നുള്ള ആത്യന്തികമായ അടിസ്ഥാനപരമായ ചോദ്യം. നമ്മൾ ഇതുവരെ ചോദിച്ചിരുന്നത് എന്താണ്? ജന്മന അവൻ്റെ നേരത്തെ പറഞ്ഞ പോലെ ശാരീരികമായ ബയോളജിക്കലായിട്ടുള്ള പ്രത്യേകത അനുസരിച്ച് അവൻ ആണോ പെണ്ണോ ആണെന്ന് തരംതിരിക്കുമ്പോൾ ഇനി അങ്ങനെയല്ല തിരിക്കേണ്ടത്. അവിടെ ജെൻഡർ എന്ന് പറയുന്ന ഒരു രണ്ടാമത്തെ കാര്യം വരുന്നുണ്ട്. അവൻ്റെ ശാരീരികമായിട്ട് അവൻ അല്ലെങ്കിൽ അവൾ ആണോ പെണ്ണോ ആണെങ്കിൽ പോലും ഇപ്പം പറയുന്ന സാമൂഹികവും സാംസ്കാരികവും മനഃശാസ്ത്രപരവുമായിട്ടുള്ള ചില കാര്യങ്ങൾ, ആ കാര്യങ്ങൾ കൊണ്ട് അവൻ എന്ത് ചെയ്യും? ചിലപ്പോൾ വേറെന്തെങ്കിലുമൊക്കെ ആയിരിക്കാം. അതായത് ഇതിൽ തന്നെ പറയുന്നുണ്ട്, അഥവാ ജെൻഡർ ഇസ് എ കൺസെപ്റ്റ് ബിയോണ്ട് സെക്സ്, ഈ സൊസൈറ്റി കൺസെപ്റ്റ് മെനി ഇതിൽ തന്നെ തരത്തിൽ സെക്സിന് അപ്പുറം, അഥവാ സെക്സ് അല്ലാതെയും ബിയോണ്ട് സെക്സ്, ഇത് സെക്സ് ഏതൊന്നാണോ അതല്ലാതെയും എന്ത് ചെയ്യും? ജെൻഡർ ഉണ്ടാവാം. ട്രാൻസ്ജെൻഡറിന് താഴത്ത് വിശദീകരിക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ബയോളജിക്കലി ഒരാൾ ആണാണെങ്കിലും പെണ്ണാണെങ്കിലും അവന് ജെൻഡർ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ സാമൂഹികവും സാംസ്കാരികവും മനഃശാസ്ത്രമൊക്കെ പരമായിട്ട് വേറൊരു അവസ്ഥയിലേക്കും പോകാമെന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു കാര്യം പറഞ്ഞു വെക്കുമ്പോൾ ചോദിക്കുന്നുണ്ട്, അപ്പോൾ എത്ര തരത്തിലേക്ക് പോകാം ഒരാൾക്ക്? അപ്പോൾ ബേസിക്കലി ഒരാളാണോ പെണ്ണോ ആണ് അവൻ്റെ ബയോളജിക്കൽ കണ്ടീഷൻ പരിഗണിക്കുമ്പോൾ. അങ്ങനെയാണെങ്കിൽ ജെൻഡറിൽ അവൻ എത്ര കണ്ടീഷനിലേക്ക് പോകാം? അപ്പോൾ അതിൽ ചില ആൾക്കാർ പറയുന്നത്, നേരത്തെ പറഞ്ഞത് 169, 170, 190 വരെ പറഞ്ഞ, 193 വരെ പറഞ്ഞ ആളുകളുണ്ട്.
അപ്പോൾ ഈ 193 കണ്ടീഷനിലുള്ള ആളുകൾ, 193 ജെൻഡറിലുള്ള ആളുകൾ ഉണ്ടെന്നാണ് അവർ പറയുന്നത്. നമ്മൾ തിരിച്ചു ചോദിക്കുകയാണ്. നമ്മളെ ക്വസ്റ്റ്യൻ ഇതാണ്. ഇത് മനസ്സിലാക്കണത് വേറെ എവിടെയുള്ള ആശയമല്ല, 9ാം ക്ലാസ്സിലെ കുട്ടികൾ പഠിക്കുന്ന ആശയമാണ്. ഇനി ഈ വർഷം മുതൽ നിങ്ങളെ കുട്ടികൾ എത്രാമത്തെ ക്ലാസ്സിലാണെങ്കിലും 9ാം ക്ലാസ്സിലേക്ക് എത്തുമല്ലോ, ആ 9ാം ക്ലാസ്സിലേക്ക് എത്താൻ പോകുന്ന നിങ്ങളെ കുട്ടി പഠിക്കാൻ പോകുന്ന, അല്ലെങ്കിൽ നിങ്ങളെ പേരക്കുട്ടികൾ പഠിക്കാൻ പോകുന്ന ചാപ്റ്ററാണ്. ആ ചാപ്റ്ററിൽ കുട്ടിയോട് പറയുന്നത് ഇങ്ങനെയാണ്, ജെൻഡർ ഉണ്ട്, അത് നിങ്ങൾ ജനിച്ചത് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ഒക്കെ നിങ്ങൾക്ക് ഇത്തരത്തിൽ വ്യത്യസ്തമായ കണ്ടീഷനുകൾ വരാം. അപ്പോൾ നമ്മൾ ചോദിക്കുകയാണ്, ഓക്കെ 170 എങ്ങനെ തിരിച്ചറിയും, അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ ക്രൈറ്റീരിയ, മാനദണ്ഡം എന്താണ്? അത് ഒരു വേള പറയാം, ചിലപ്പോൾ ഒരു അഡ്വാൻസ്ഡ് സ്റ്റഡിയിലേക്ക് പോകുകയായിരിക്കും. ജെൻഡർ സ്റ്റഡീസ് എടുക്കുന്ന ആളുകൾക്ക് അഡ്വാൻസ്ഡ് സ്റ്റഡിയിലേക്ക് പോയിട്ട് വേണമെങ്കിൽ പഠിക്കാമെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഇവിടെ ഈ അർജൻറ്റീനയിൽ ഉണ്ടായിരുന്ന ഒരു സംഭവത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അർജൻറ്റീനയിൽ ഇതേപോലെ ടെക്സ്റ്റ് ബുക്കിൽ ഇത് ഉൾപ്പെടുത്തുകയും കുട്ടികൾക്ക് ഈ ഒരു വിഷയത്തെക്കുറിച്ച് തന്നെ വല്ലാതെ കൺഫ്യൂഷൻ ഉണ്ടായ സമയത്ത് അത് പിന്നീട് എടുത്ത് ഒഴിവാക്കുകയും ചെയ്തു. അത് ഈ വിഷയം കുട്ടികൾക്ക് താങ്ങുന്നില്ല, ഈ വിഷയം കുട്ടികൾക്ക് താങ്ങാത്തതുകൊണ്ട് തന്നെ അത് നാച്ചുറൽ അല്ല എന്നാണ് അർത്ഥം. അതെ, സ്വാഭാവികമായിട്ട് മനുഷ്യനിടയിൽ വരുന്ന ഒരു കാര്യമല്ല എന്നുള്ളതുകൊണ്ടാണ് പലപ്പോഴും ഇത് കുട്ടികൾക്ക് ഭയങ്കര ഒന്നാമത് അനുഭവങ്ങളിലൂടെ അറിയാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ ഇതിപ്പോൾ പഠിച്ചിട്ട് എന്ത് ഗുണമുള്ളതെന്ന് ചോദിക്കുന്ന സമയത്ത് അവിടെയും ഒരു കൃത്യമായൊരു ഉത്തരം ലഭിക്കുന്നില്ല. അല്ല, ഗുണം നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്സിൽ കാണാൻ പറ്റും. അതായത് 15,000 നിന്ന് 40,000 45,000 ഒക്കെ ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ എണ്ണം എത്തിയ പല നാടുകളും കാണാൻ കഴിയും. അതായത് വെറും 2-3 വർഷങ്ങൾ കൊണ്ട് മാത്രം അത്തരത്തിൽ ട്രാൻസ്ജെൻഡറുകളായിട്ട് അഥവാ ജനിക്കുന്നത് ഏതെങ്കിലും ഒരു ലിംഗത്തിലായിരിക്കും, ഞങ്ങളതല്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രഖ്യാപിച്ച് വരുന്ന ആയിരക്കണക്കിന് 10,000-കണക്കിന് കുട്ടികളെ കാണാൻ. അതാണ് ഇതുണ്ടാകുന്ന ഗുണം. ഇതിൻ്റെ ഒരു പഠന ലക്ഷ്യങ്ങൾ നമ്മൾ എടുത്തു വെക്കുകയാണെങ്കിൽ ഒന്ന് പറയുന്നത് സമൂഹത്തിൽ ലിംഗപദവി രൂപപ്പെട്ടത് എങ്ങനെയെന്ന് ചരിത്രപരമായി വിലയിരുത്താൻ കഴിയുന്നു. ഇത് മറ്റേ മാനുവലുള്ള ടീച്ചിങ് മാനുവലിൽ അല്ലെങ്കിൽ ഹാൻഡ് ബുക്കിലുള്ള സംഗതിയാണ്. രണ്ടാമത്തെ ലിംഗനീതിയിൽ അധിഷ്ഠിതമായി നിൽക്കുന്ന ലിംഗപദവികളെ വ്യാഖ്യാനിക്കുന്നു. ലിംഗപദവി സംവേദനക്ഷമമായ ജീവിതത്തിനാവശ്യമായ ധാരണകൾ, ശേഷികൾ, മൂല്യങ്ങൾ എന്നിവ കൈവരിക്കുന്നു. ലിംഗഭേദത്തിൽ നിന്ന് ലിംഗപദവി എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്ന ധാരണ നേടുന്നു. ലിംഗപദവി വാർപ്പ് മാതൃകകളെ ബലപ്പെടുത്തുന്ന ഘടകങ്ങളെക്കുറിച്ച് വിശകലനം ചെയ്യുന്നതിന് ഇത് പ്രേരിപ്പിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഇതൊക്കെ ഇവർ പറയുന്നൊരു കാര്യത്തിലേക്ക് പോകുകയാണെങ്കിൽ സമൂഹത്തിൽ നിലവിൽ നിലനിൽക്കുന്ന കാര്യങ്ങളെ മുഴുവൻ മാറ്റിയെടുത്തുകൊണ്ട് പുതിയൊരു സംവിധാനത്തെ ചേർത്ത് നിർത്താനുള്ള ശ്രമങ്ങളുടെ ഭാഗമായിക്കൊണ്ടാണ് ഇതൊക്കെ വരുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതെ, ഇതിലിപ്പോൾ നമ്മൾ ചോദിക്കുന്ന ഇത് വളരെ അടിസ്ഥാനപരമായ ചോദ്യങ്ങളാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിൽ നിങ്ങൾ മാറ്റി ഭയങ്കര സംഭവമായിട്ട് പുതിയൊരാശയം കൊണ്ടുവരുന്നത് പറയുകയാണെങ്കിൽ ഇതിൻ്റെ അടിസ്ഥാനം എന്താണെന്നുള്ള നമ്മളെ ക്വസ്റ്റ്യൻ. ഇത് എന്ത് മാനദണ്ഡത്തിലാണ്? ഇപ്പോൾ നേരത്തെ പറഞ്ഞു, സാമൂഹികവും സാംസ്കാരികവും മനഃശാസ്ത്രപരമായിട്ടുള്ള ചില സ്ത്രീ പുരുഷൻ എന്ന അർത്ഥത്തിലുള്ള ചില ഫാക്ടേഴ്സ്, ആ ഫാക്ടേഴ്സിലാണ് ഒരാൾ ജെൻഡർ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് പറഞ്ഞു. എന്തൊക്കെ ഫാക്ടേഴ്സാണ്? സൈക്കോളജിക്കലി എന്തൊക്കെയാണ് ഒരാളെ പുരുഷനാക്കുന്നത്, എന്തൊക്കെയാണ് സ്ത്രീയാക്കുന്നത്, എന്തൊക്കെയാണ് സാംസ്കാരികമായ ഒരാളെ സ്ത്രീയാക്കുന്നത് പുരുഷനാക്കുന്നത്, എന്തൊക്കെയാണ് സാമൂഹികമായിട്ടുള്ള സ്ത്രീയാക്കുന്നത് പുരുഷനാക്കുന്നത് പറയാൻ പറ്റുമോ? ഇത് പറയുന്ന അതേ ആൾ പറയും അങ്ങനൊന്നുമില്ല. അല്ല, നമ്മളവിടെ സ്ത്രീ പുരുഷൻ എന്നുള്ള രീതിയിൽ മാത്രം പറയണ്ട. നമ്മൾ പറയുന്നല്ല, ഇത് മറ്റേ ഇവരുടെ വിശദീകരണത്തിൽ വ്യാഖ്യാനത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്? അസോസിയേറ്റഡ് വിത്ത് ദി കാറ്റഗറീസ് ഓഫ് മെയിൽ ആൻഡ് ഫീമെയിൽ ത്രൂ പെർട്ടിക്കുലർ സോഷ്യൽ കോണ്ടെക്സ്റ്റ്. ജെൻഡറിനെ വ്യാഖ്യാനിക്കുന്നിടത്ത് തന്നെ ഇവർ പറയാണ് മെയിൽ ആൻഡ് ഫീമെയിൽ എന്നുള്ളത്. അവിടെ തന്നെ ഒരു വൈരുദ്ധ്യങ്ങൾ, കോൺട്രഡിക്ഷനുകൾ ഇഷ്ടം പോലെ ഉണ്ട്. അഥവാ ഈ തിയറി പറയുന്നത് എന്താണ്? മെയിലും ഫീമെയിലും മാത്രമല്ല, അതൊരു സ്പെക്ട്രമാണ്, ഒരു മഴവില്ല് പോലെയാണ്. ഇത് എവിടെ വേണമെങ്കിൽ മഴവില്ല് എന്ന് പറഞ്ഞാൽ 7 കളറാണ് നമ്മൾ പലപ്പോഴും നമ്മളൊരു ധാരണയിൽ പറയുന്നത്. 7 കളറല്ല, അതിൽ എവിടെ വരച്ചാലും അത് വേറൊരു കളറാണ്. അത്തരത്തിൽ എത്ര നിറങ്ങളായിട്ട് വേണമെങ്കിൽ പോലും അത് നമുക്ക് ഡിവൈഡ് ചെയ്യാം. അതുപോലെ തന്നെ ഒരു വലിയ സ്പെക്ട്രമാണ്. അതുകൊണ്ടാണ് ഇത് ഈ ഒരു ആശയക്കാരുടെ ഫ്ലാഗായിട്ട് മഴവില്ല് മാറുന്നത്. ഇതൊരു സ്പെക്ട്രമാണ്. എത്ര വേരിയേഷനിൽ പോലും 2 അറ്റത്തിനിടയിൽ എവിടെയും വരാമെന്നുള്ള അവർ പറയുന്നത്. അതേ ആളുകളെന്ന് പറയുന്നത് മെയിൽ ആൻഡ് ഫീമെയിൽ, ആണും പെണ്ണും എന്നുള്ളത്. ഇവിടെ വേറൊരു കാര്യം കൂടി ഉണ്ട്. നമ്മളിത് ഒരു തുടക്കം എന്നുള്ള ആമുഖം എന്നുള്ള രീതിയിൽ മാത്രം പറയുന്നത്. ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ തുടർച്ചകൾ എന്തായാലും ഉണ്ടാകും. ഇത് പാഠപുസ്തകത്തിൽ ഉണ്ടാകുന്ന സമയത്തോളം ഇതിൻ്റെ തുടർച്ചകൾ, ഈ ചർച്ചയുടെ തുടർച്ചകൾ എന്തായാലും ഉണ്ടാകും എന്നുള്ളത് പ്രേക്ഷകരെ അറിയിക്കുകയാണ്. ഇതിനിപ്പം വേറൊരു കാര്യം കൂടി നമ്മൾ എടുക്കുന്ന സമയത്ത് ICT ഉപയോഗിച്ചിട്ട് ഇത് പഠിപ്പിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഉപയോഗിക്കുന്ന ടീച്ചിങ് എയ്ഡ് എന്തായിരിക്കും എന്നുള്ളതാണ്. ടീച്ചിങ് എയ്ഡ് ഏറ്റവും ലഭ്യമായിട്ടുള്ള, ഞാൻ മനസ്സിലാക്കുന്ന ഏറ്റവും ലഭ്യമായിട്ടുള്ള ടീച്ചിങ് എയ്ഡായിട്ട് എനിക്ക് തോന്നുന്ന ഒരു സാധനം ക്യൂർ സിനിമാസാണ്, ക്യൂർ മൂവീസാണ്. ഈ ക്യൂർ മൂവീസ് കാണിച്ചു കൊടുക്കുന്ന സമയത്ത് അത് പല നാടുകളിലും ഉണ്ടാക്കിയിട്ടുള്ള ബുദ്ധിമുട്ടുകൾ പഠിക്കുന്ന സമയത്തിന് ആ ഒരു വിഷയത്തെക്കുറിച്ച് കൃത്യമായിട്ട് അറിയാവുന്ന ആൾക്കാരാണ്.
അപ്പോൾ അവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് ഇത് കുട്ടികളുടെ മനസ്സിൽ എത്രത്തോളം വലിയ ആഴത്തിലുള്ള മുറിവുകൾ എന്ന് പറയുന്നതിനപ്പുറത്തോട്ട് ആഴത്തിലുള്ള കൺഫ്യൂഷൻസും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാക്കാനുള്ള സാധ്യതകൾ ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത് മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ ചെറിയൊരു മാറ്റങ്ങളല്ല, നമ്മൾ മനസ്സിലാക്കണം. ഇൻഷാല്ലാ തുടർന്നുള്ള വീഡിയോകളിൽ ഇതിനെപ്പറ്റി കുറച്ചും കൂടെ ആഴത്തിൽ സംസാരിക്കാം. വളരെ അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ മനസ്സിലുണ്ടാകുന്ന ഒരു കൺഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ ചെറുതല്ല. അപ്പോൾ ഇതിൽ തന്നെ താഴത്ത് കൊടുത്തിട്ടുണ്ട് അസ്ക്രൈബ്ഡ് സ്റ്റാറ്റസ് ആൻഡ് അച്ചീവ്ഡ് സ്റ്റാറ്റസ്. യെസ്, ഒരു പറയുന്നത് രണ്ട് തരത്തിലുള്ള സ്റ്റാറ്റസുകളുണ്ട്. അസ്ക്രൈബർ ആണ്, ഒന്ന് അച്ചീവർ ആണ്. അസ്ക്രൈബർ എന്ന് പറഞ്ഞാൽ ആരോപിതം അഥവാ അസൈൻഡ് നമുക്കറിയില്ലേ, അത് വന്നു ചേരുന്ന നമുക്കൊരു ഇടപെടലില്ലാത്ത സാധനം. അച്ചീവ്ഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേടിയെടുക്കുന്ന സാധനം. അതുകൊണ്ട് അവർ പറയുന്ന അസ്ക്രൈബ്ഡ് സ്റ്റാറ്റസ് എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽ ഗെറ്റ്സ് ബൈ ബർത്ത്, ജന്മന കിട്ടുന്നതാണ്. ഏജ്, റേസ്, സെക്സ്, പ്രായം മാറ്റാൻ പറ്റില്ലല്ലോ. റേസ് എന്ന് പറഞ്ഞാൽ നിറം അല്ലെങ്കിൽ വർണ്ണം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അതുപോലെ സെക്സ്, ഇതൊന്നും മാറ്റാൻ പറ്റില്ല. മീൻസ് ഇതങ്ങനെ കിട്ടുന്നതാണ്, നമുക്ക് ബർത്ത് കിട്ടുന്നതാണ്. വിച്ച് കനോട്ട് ബി ചോസൺ ബൈ ദി ഇൻഡിവിജ്വൽ ഓർ എക്സാമ്പിൾസ് അസ്ക്രൈബ് സ്റ്റാറ്റസ്, നമുക്ക് ഒരിക്കലും തിരഞ്ഞെടുക്കാൻ പറ്റാത്ത കാര്യമാണ്, നമുക്ക് വന്നു ചേരുന്നതാണ്. അച്ചീവ്ഡ് സ്റ്റാറ്റസ് ഈസ് ദി സോഷ്യൽ സ്റ്റാറ്റസ് അച്ചീവ്ഡ് ബൈ ഇൻഡിവിജ്വൽസ് ത്രൂ ദെയർ ഓൺ എബിലിറ്റി ആൻഡ് ചോയ്സ്. ഒരാൾ അവൻ്റെ കഴിവ് കൊണ്ടും ചോയ്സ് കൊണ്ടും നിർണയാവകാശം കൊണ്ടും നേടിയെടുക്കുന്ന കാര്യമാണ് അച്ചീവ്ഡ് സ്റ്റാറ്റസ് പറയുന്നത്. എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ, വിദ്യാഭ്യാസ യോഗ്യത, ഇൻകം, വരുമാനം, ഒക്യുപ്പേഷണൽ സ്കിൽ അഥവാ തൊഴിൽ രംഗത്തെ കഴിവുകൾ, പ്രത്യേക സ്കില്ലുകൾ, എക്സെട്ര, ഇതൊക്കെയാണ് അച്ചീവ്ഡ് സ്റ്റാറ്റസുകൾ. നമുക്ക് തൊഴിൽ, വിദ്യാഭ്യാസം, വരുമാനമൊക്കെ നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുന്നതാണ്. നമ്മൾ എബിലിറ്റിയോടുകൂടി കഴിവോടുകൂടി തിരഞ്ഞെടുക്കണം. നീ പറയണേ, ദേ ആർ ലേൺഡ് ഫ്രം ദി സൊസൈറ്റി ഇൻ കോഴ്സ് ഓഫ് ടൈം, നമ്മൾ സമയം എടുത്തുകൊണ്ട് സൊസൈറ്റിയിൽ നിന്ന് പഠിക്കുന്ന കാര്യമാണ് ഇതൊക്കെ. ജെൻഡർ ഈസ് ആൻ അച്ചീവ്ഡ് സ്റ്റാറ്റസ് ആസ് ഇറ്റ് ഈസ് അക്വയർഡ് ആൻഡ് റീഇൻഫോഴ്സ്ഡ് ത്രൂ സോഷ്യൽ ഇൻട്രാക്ഷൻസ്. അത് നമ്മൾ ജെൻഡറിനെ ഞങ്ങൾ മനസ്സിലാക്കണം, ഒരു അച്ചീവ്ഡ് സ്റ്റാറ്റസ് ആയിട്ട് മനസ്സിലാക്കണം. അത് അക്വയർ ചെയ്യുന്നതാണ്, നേടിയെടുക്കുന്നതാണ്. റീഇൻഫോഴ്സ്ഡ് ത്രൂ സോഷ്യൽ ഇൻട്രാക്ഷൻസ് അഥവാ നമ്മൾ സാമൂഹികമായിട്ടുള്ള ഇടപെടലുകൾ കൂടി അതെന്ത് ചെയ്യണം, അത് കൂടുതൽ എന്താ പറയുക, റീഇൻഫോഴ്സ് ചെയ്യാന്ന് പറഞ്ഞാൽ കൂടുതൽ ശക്തിപ്പെടും, അഥവാ കൂടുതൽ സ്ട്രെങ്തൻ ചെയ്യപ്പെടും. അതായത് നമ്മൾ കുട്ടികൾ പറഞ്ഞു കൊടുക്കുക എന്താ അറിയോ, 9ാം ക്ലാസ്സിലെത്തിയ കൗമാരത്തിലെത്തിയ, കൗമാരം എന്ന് പറയുമ്പോൾ തന്നെ വളരെ വൈവിധ്യമാർന്ന വഴികൾ തങ്ങളുടെ മുന്നിൽ തുറക്കപ്പെട്ട അവസ്ഥയിൽ കുട്ടികൾ ജീവിക്കുന്ന കാലഘട്ടമാണ്. അപ്പോൾ ഈ കാലഘട്ടത്തിൽ എത്തപ്പെട്ട കുട്ടികളോട് പറയാണ്, സെക്സ് നിങ്ങൾക്ക് ജന്മന കിട്ടുന്ന കാര്യം, നിങ്ങൾക്ക് അതിൽ ചോയ്സ് ഒന്നുമില്ല. പക്ഷേ ജെൻഡർ നിങ്ങൾ അക്വയർ ചെയ്യണം, നേടിയെടുക്കണം, അച്ചീവ് ചെയ്യണം. ഏതുപോലെ? നിങ്ങളെ വിദ്യാഭ്യാസം പോലെ, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ പോലെ, ഒക്യുപ്പേഷൻ സ്കില്ല് പോലെ, ഇൻകം പോലെ നിങ്ങൾ നേടിയെടുക്കണം. ഒരു ഡ്യൂട്ടി അവർക്ക് മുകളിൽ കൊടുക്കുകയാണ്. നിങ്ങൾ പോയിട്ട് എന്ത് ചെയ്യണം, ഇത് നമ്മൾ വേറെ എവിടെ നിന്നും പറയുന്നതല്ല, നമ്മൾ സ്വന്തം അഭിപ്രായത്തിൽ പറയുന്നതല്ല. ഇത് 9ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ നിന്നാണ് പറയുന്നത്. നിങ്ങൾ പോയി നേടിയെടുക്കണം എന്ന് കുട്ടികളുടെ അടുത്ത് പറയാൻ. എത്രത്തോളം അപകടകരമായിട്ടുള്ള കാര്യമാണ് ഇത്. 100 കുട്ടികൾ കേൾക്കുന്ന 2 കുട്ടികളുടെ മനസ്സിൽ ഇതുവരെ ഇല്ലാത്ത പുതിയൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കൂലേ? സ്വാഭാവികമാണല്ലോ. ഇത്തരത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ 15,000 നിന്ന് 40,000-ലേക്ക് ട്രാൻസ്ജെൻഡേഴ്സിന്റെ എണ്ണം കൂടിയ കൗമാരക്കാരിലെ ട്രാൻസ്ജെൻഡേഴ്സിന്റെ എണ്ണം കൂടിയ നാടുകൾ ഉണ്ടെന്ന് പറയുമ്പോൾ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? ഇത്തരത്തിലുള്ള വിദ്യാഭ്യാസം, സെക്സ് എഡ്യൂക്കേഷനൊക്കെ വളരെ അനിവാര്യമാണ് നമ്മൾ പലപ്പോഴും പറയുമ്പോഴും, സെക്സ് എഡ്യൂക്കേഷൻ്റെ മറവിലൂടെ നടക്കുന്ന ഇത്തരം വിദ്യാഭ്യാസം, അതും അക്കാദമിക്സിൽ അധ്യാപകർ, കുട്ടികൾ ബഹുമാനിക്കുന്ന അധ്യാപകർ, കുട്ടികൾ അറിവ് നേടുന്ന അധ്യാപകർ, കുട്ടികൾ വളരെ ഗൗരവമായിട്ട് കാണുന്ന പാഠപുസ്തകവും സ്കൂൾ സിലബസും, അവിടെ നിന്ന് ഈ സാധനം കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ട് കുട്ടികൾ തന്നെ സീരിയസ് ആയിട്ട് എടുക്കും. ആ സീരിയസ് ആയിട്ട് എടുക്കുന്നത് സ്വാഭാവികമായിട്ടും കുട്ടികളുടെ മനസ്സിൽ വലിയ കൺഫ്യൂഷൻസ് ഉണ്ടാക്കും. ഞാൻ അച്ചീവ് ചെയ്യേണ്ട ഒരു സാധനം, എനിക്ക് മാറ്റാൻ പറ്റുന്നൊരു സാധനം, എനിക്ക് പുതിയതിലേക്ക് പോകാൻ പറ്റുന്നൊരു കാര്യം. ഓക്കെ, ഇനി മാറ്റി എന്താ പ്രശ്നം, ഇനി ഒരാൾ ഇത്തരത്തിൽ മാറി എന്താ പ്രശ്നം എന്നൊക്കെ ചോദിക്കുന്ന ആളുകളുണ്ടെങ്കിൽ നമ്മൾ അടുത്ത വീഡിയോസിൽ ഉൾപ്പെടുത്തും. ഇതൊരു അപകടകരമായ ആശയമാണ് എന്നുള്ളത് പറയിക്കാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു വീഡിയോ. അതിന്റെ അപകടങ്ങൾ വളരെ ലളിതമായിട്ട് പറയുകയാണെങ്കിൽ, സർജറികളും ഹോർമോൺ ട്രീറ്റ്മെന്റുകളൊക്കെ നടത്തിയിരുന്ന ഒരാൾ നേരത്തെ പറഞ്ഞ ക്രോമസോമൊക്കെ മാറ്റിയിട്ട് ജെൻഡർ, ശരീരത്തിന് എന്താണോ സെക്സ് എന്താണോ ഉള്ളത് അതിൽ നിന്ന് ഒരാൾക്ക് മാറി ജെൻഡർ വേറൊന്നാണെന്ന് അയാൾ മനസ്സിലാക്കി അയാൾക്ക് ആ ജെൻഡറിൻ്റെ അവസ്ഥയിൽ ജീവിക്കണമെന്നാണ് ആഗ്രഹം. അപ്പോൾ ശരീരം ജെൻഡറിനനുസരിച്ച് മാറ്റണം. അതൊക്കെ ഇൻഷാല്ലാ അടുത്ത വീഡിയോയിൽ വരും കേട്ടോ. അപ്പോൾ അത്തരത്തിൽ കരുതുന്ന കുട്ടികളാണ് സ്വാഭാവികമായിട്ടും പിന്നീട് ഉണ്ടാവുക. ആ തരത്തിൽ ജീവിക്കാൻ, ഞങ്ങളെ ചിന്തക്കനുസരിച്ച് ഞങ്ങൾ ശരീരം മാറ്റണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ആ തരത്തിൽ ജീവിക്കാൻ ശ്രമിക്കുന്ന കുട്ടികൾ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ സർജറികളാണ്, ഹോർമോൺ ട്രീറ്റ്മെൻറ്റുകളാണ്, ആയുസ് കുറക്കുന്ന, ഇമോഷണലി അവരെ അസന്തുലിതമാക്കുന്ന, അൺസ്റ്റേബിൾ ആക്കുന്ന, വലിയ മാനസിക പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന, സൂയിസൈഡ് റേറ്റുകൾ കൂട്ടുന്ന എത്രയോ പഠനങ്ങൾ കാണാൻ കഴിയും നമുക്ക്. പ്രൊഡക്ടിവിറ്റി മൊത്തം കുറക്കുന്ന,
അവരുടെ ജീവിതത്തിൽ അവർക്ക് ശ്രദ്ധിക്കാൻ ഒരുപാട് പ്രധാനപ്പെട്ട കാര്യങ്ങൾക്കപ്പുറം അവർക്ക് വേറെ എന്തൊക്കെയോ അപ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടി വരുന്നു, പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒഴിവാക്കേണ്ടി വരുന്നു. ഇത്തരത്തിൽ നേരത്തെ പറഞ്ഞ എല്ലാ നിലക്കും ജീവിതത്തിന് താളം തെറ്റുന്നു. ആ അവസ്ഥയാണ് സ്വാഭാവികമായിട്ടും കൺഫ്യൂഷൻ വന്ന നെക്സ്റ്റ് സ്റ്റേജ് അതാണ്. ജെൻഡർ കൺഫ്യൂഷൻ വന്നാൽ പിന്നെ അവർക്ക് സ്വാഭാവികമായിട്ട് ജെൻഡർ അനുസരിച്ച് ജീവിക്കാനുള്ള ആഗ്രഹം വരും. അല്ലെങ്കിൽ ഈ ഒരു പൊളിറ്റിക്സ് അവരോട് പറയുന്നത് നിങ്ങൾ ജെൻഡർ എങ്ങനെയാണോ നിങ്ങളുടെ മനസ്സിലുള്ളത് അങ്ങനെ ജീവിക്കണം എന്നുള്ളതാണ്. ജെൻഡർ കൺഫ്യൂഷൻ വന്ന സ്വാഭാവികമായിട്ട് അവർക്ക് അങ്ങനെ ജീവിക്കാനുള്ള ആഗ്രഹമാണ് വരിക. അങ്ങനെ ജീവിക്കാൻ തിരഞ്ഞെടുക്കുമ്പോൾ നേരത്തെ പറഞ്ഞ ശാരീരികമായ പ്രയാസം, മാനസികമായ പ്രയാസം, ആയുസ് കുറയുന്നത് അടക്കമുള്ള ആത്മഹത്യാ പ്രവണത അടക്കമുള്ള ഒരുപാട് പ്രയാസങ്ങളാണ് വരാൻ പോകുന്നത്. അപ്പോൾ എന്തുകൊണ്ട് ഇത് ഇങ്ങനെ ആയ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്ന പ്രശ്നങ്ങളുടെ ലിസ്റ്റ് വളരെ വലുതാണെന്നുള്ളതാണ് അർത്ഥം. അപ്പോൾ ഈ ഒരു അപകടം നമ്മളുടെ കണ്ണിൻ്റെ മുന്നിൽ, അല്ലെങ്കിൽ നമ്മൾ പോലും ഭാഗമായിട്ടുള്ള നമ്മളുടെ പോലും നികുതി പണം ഉപയോഗിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന സർക്കാർ സ്കൂളുകളിൽ പഠിപ്പിക്കുമ്പോൾ നമ്മൾ പ്രതികരിക്കേണ്ടതില്ല എന്നുള്ള വളരെ പ്രസക്തമായ ഒരു ചോദ്യം ചോദിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ഒരു വീഡിയോൻ്റെ ലക്ഷ്യം. അവസാനമായി വേറൊരു പ്രശ്നം കൂടി ഉണ്ട്. ഇതിപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞിട്ടുള്ളത് വിദ്യാർത്ഥികളെ കുറിച്ചാണ്. ഈ ചാപ്റ്റർ എടുക്കുന്ന സമയത്ത് അധ്യാപകർ അനുഭവിക്കുന്ന ചില പ്രയാസങ്ങളുണ്ടാകും. കാരണം നിലവിലെ ഒരു രീതിയിലുള്ള നമ്മളുടെ പഠന രീതി അനുസരിച്ച് ഒരിക്കലും ഇതെടുക്കാൻ കഴിയില്ല. കാരണം ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ആ ക്രൈറ്റീരിയ എന്താണെന്ന് കുട്ടികൾ ചോദിച്ചു കഴിഞ്ഞാൽ അധ്യാപകരും അവിടെ മേലോട്ട് നോക്കിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാകും. പിന്നെ അധ്യാപകരൊക്കെ ഫോഴ്സ് ചെയ്യണം. ഇപ്പോൾ അധ്യാപകർ എന്ന് പറഞ്ഞപ്പോൾ ഒരു സാധനം എങ്ങനെ പഠിപ്പിക്കുക? അതെ, അപ്പോൾ നമ്മൾ ഒരു കാര്യം പഠിപ്പിക്കുക ഇങ്ങനെ ഇത് ശരിയാണ് എന്ന് ഞാൻ മനസ്സിലാക്കി ഞാൻ കുട്ടികളെ പഠിപ്പിക്കുകയാണ്. ഇത് മോറലി ശരിയല്ല എന്ന് മനസ്സിലാക്കുന്ന ഈ പ്രശ്നങ്ങളൊക്കെ അറിയുന്ന അധ്യാപകർ എങ്ങനെ ഇത് പഠിപ്പിക്കുക? അവർക്ക് ഇതിൻ്റെ വസ്തുതകൾ അറിയുന്ന, ശാസ്ത്രീയമായ ഭാഷ അറിയുന്ന, ഇതിനെപ്പറ്റി പഠിച്ച കുറച്ച് അന്ധവിവരമുള്ള അധ്യാപകരുണ്ടാവുമല്ലോ. ഈ അധ്യാപകർക്ക് ഇങ്ങനെ ഇത് പഠിപ്പിക്കാൻ പറ്റുക? കുട്ടികളോട് അങ്ങനെ പറഞ്ഞു കൊടുക്കാൻ പറ്റുക? ക്ലസ്റ്ററുകളിലൊക്കെ വലിയ ചർച്ചകളായി മാറാൻ സാധ്യതയുള്ള ഒരു സംഗതിയാണ് ഇത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത് കേവലം ഒരു വിഭാഗത്തിൻ്റെ മാത്രം പ്രശ്നമായി കാണേണ്ട ഒന്നല്ല. മതപരമായ ഒരു വിഷയമായി അല്ലെങ്കിൽ ഒരു മതം ഇതിനെ എതിർക്കുന്നു എന്നുള്ളത് കൊണ്ട് മാത്രം വരേണ്ട പ്രശ്നങ്ങളല്ല. മറിച്ച് കൃത്യമായ റിസർച്ചുകളും കൃത്യമായ പഠനങ്ങളും കൃത്യമായ കണക്കുകളും തെളിയിക്കപ്പെടാത്ത കാര്യങ്ങളും തെളിയിക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങളും ഒന്നുമില്ലാതെ ഒരു ടെക്സ്റ്റ് ബുക്കിൻ്റെ ഉള്ളിലോട്ട് വന്നിട്ടുള്ള ഒരു ആശയത്തെ കൃത്യമായി എതിർക്കേണ്ടത് ബാധ്യതയാണ്. ആ ബാധ്യതയാണ് നിർവഹിക്കുന്നത്. ഇൻഷാ അല്ലാഹ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതിൻ്റെ തുടർച്ചകൾ എന്തായാലും ഇനിയുള്ള സമയങ്ങളിൽ ഉണ്ടാകും എന്നുള്ളത് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല ഏറ്റവും നല്ല രീതിയിൽ കാര്യങ്ങളെ മനസ്സിലാക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. റേഡിയോ ഇസ്ലാം സ്പെഷ്യൽ അവറിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.